ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ജെറി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മസ്ജിദ് പുത്ര, അതായത് മസ്ജിദ് പുത്ര എന്ന് പറയുന്ന ഒരു മസ്ജിദാണ്. സംഭവം ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മലേഷ്യയിൽ പുത്രാജയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പുത്രാജയ എന്ന് പറയുന്ന സ്ഥലം മലേഷ്യയിലെ ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ. അവിടെ തന്നെ ഈ നമ്മുടെ സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം, കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ പുത്രാജയ. ഒരു ഫേമസ് പ്ലേസാണ് ഈ പുത്രാജയ എന്ന് പറയുന്നത്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഇതാണ് മസ്ജിദ്. അപ്പോൾ ഈ മസ്ജിദും അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി എല്ലാം കാണാം. പിന്നെ ഇത് മസ്ജിദിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഈ ഫ്രണ്ട് സൈഡിൽ, അതായത് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുമ്പം ആളുകൾക്ക്, കുട്ടികൾക്ക് സൈക്ലിങ്, അതുപോലെ കണ്ടില്ല സ്കേറ്റിങ്, പിന്നെ ജോഗിങ്, അങ്ങനെ അവർ പ്ലേ ചെയ്യാൻ വേണ്ടിയായിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സ്ഥലം. പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയായിട്ടും, മറ്റുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയായിട്ടും, പിന്നെ വലിയവരൊക്കെ വന്നിട്ട് ജോഗിങ്, അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ വന്ന് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റാണ് കൂടുതലും വരുന്നത്, കാരണം ഈ മസ്ജിദ് ഭയങ്കര ഫേമസ് ഒരു മസ്ജിദാണ്. അപ്പോൾ ഇവിടെ പരിസരമൊക്കെ നല്ല രസമാണ് വന്ന് ഇരിക്കാനും കാണാനും ഒക്കെ. പിന്നെ ഇവിടെ ഷോപ്പുകളൊന്നുമില്ല. ഷോപ്പെന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് പോലും ഇവിടെ ഇല്ല. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ആ ഫുഡ് മേടിക്കാനോ അങ്ങനെ ഒന്നിനും അതിന് പറ്റിയ ഒരു ഷോപ്പൊന്നുമില്ല. ജസ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ പറ്റിയ ഒരു ഷോപ്പൊന്നോ രണ്ടോ ഷോപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഷോപ്പെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ തെരുവ് കച്ചവടക്കാരെന്നും പറയാൻ പറ്റത്തില്ല. അവർ കൈകളിൽ ഈ സ്നാക്സ് കൊണ്ടു നടന്ന് വിൽക്കുന്ന ടീമുകളുണ്ട്. അതും അലൗഡല്ല, ഗവൺമെൻറ് അലൗഡല്ല. അവർ ഗവൺമെൻറ് പേടിച്ചൊക്കെ നിന്ന് വിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. പിന്നെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ഫോട്ടോസ് എടുക്കാനും, അല്ലാതെ നമുക്ക് വന്നിരുന്ന് ഒന്ന് റിലാക്സേഷനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളാണിത്. അതുപോലെ തന്നെ പകലും ഈവനിങ്ങും വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇവിടെ ടൈം പോകുന്നതേ അറിയില്ല. പിന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ, ഒരുപാട് പേര് പല രാജ്യത്തുനിന്ന് വന്ന് ഇവിടെ വരാറുണ്ട് ഇത് കാണാൻ വേണ്ടി, മസ്ജിദ് കാണാൻ വേണ്ടിയായിട്ട്. പിന്നെ ഇവിടെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിലൊക്കെ നമുക്ക് ചുറ്റി കറങ്ങാം. ഈ കായലെന്ന് പറയുമ്പോൾ കായലോ കുളമോ എന്ന് പറയുമ്പോൾ നല്ല വലുതായിട്ട്, അതായത് ഏകദേശം ഈ പുത്രജയ മൊത്തം കവർ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ പുത്രജയ മൊത്തം, ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ പുത്രജയ മൊത്തം നമുക്ക് കറങ്ങി കാണാൻ പറ്റും.
പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളൊന്നും വർക്കിംഗ് അല്ല, വെറുതെ ഷോപ്പുകളായിട്ട് മാത്രമേ ഉള്ളൂ. അതൊന്നും വർക്കിംഗ് അല്ല, കാരണം ഗവൺമെൻറ് എന്തോ പ്രോബ്ലമാണ്, അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാണുന്നതാണ് മസ്ജിദിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതാണ് മസ്ജിദിൻ്റെ എൻട്രൻസ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ഭയങ്കര പൊക്കത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു താജ്മഹൽ സ്റ്റൈല് പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട്, കാരണം അവിടുത്തെ മാർബിൾസും അവിടുത്തെ ഡിസൈനൊക്കെ ആ ഒരു സെറ്റപ്പാണ്. നമുക്കെന്തായാലും അകത്ത് പോയി കാണാം. وشتت كلمتهم ودغدل أقدامهم وسلط عليهم كلبا من كلابك يا قهار يا جبار يا منتقم يا الله اللهم يا منزل الكتاب ويا مجري السحاب ويا هادم الأحزاب اهدهم وانصرنا عليهم يا رب العالمين. الله أكبر. പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ മസ്ജിദിൽ നിന്ന് നേരെ പുറത്തുള്ള കാഴ്ചകളാണ്. അതായത് മസ്ജിദിൻ്റെ എൻട്രൻസിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് നേരെ കാണുന്നത് മസ്ജിദിൻ്റെ സൈഡിലായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇവിടെ പൊളിറ്റിക്സ് പരമായിട്ടുള്ള നിയമസഭാ മന്ദിരം അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓഫീസാണ്. പക്ഷെ അതെന്താണെന്ന് എന്ത് ഓഫീസാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ നല്ല രസമാണ് അതും കാണാൻ വേണ്ടി. മസ്ജിദിൻ്റെ സൈഡിലായിട്ടാണ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു പയ്യനെ കാണിച്ചുതരാം. ഇവനെന്ന് പറയുമ്പം എൻ്റെ വീട്ടിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നതാണ്. ഇപ്പം അവിടെ നിന്ന്
ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്ന് പറയുമ്പം, അതായത് അവിടെ നിന്ന് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവനും ഇവൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇതേപോലെ കച്ചവടമാണ് ഇവൻ്റെ പരിപാടി. പിന്നെ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറക്കാതെ ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക. ഓക്കെ.